ഹായ്, ഫേസ്ലെസ് ആണ്. കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത് ഷാ, അതായത് നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞു. അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി. അത് ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ഇൻഫർമേഷനെ അദ്ദേഹം ആ സമയത്ത് കൈമാറിയിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊരു പത്രസമ്മേളനം നടത്തി. അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ അദ്ദേഹം രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും ഇത് സംസാരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഞാനിത് സംസാരിക്കാൻ കാരണം, റിപ്പോർട്ടർ ലൈവിൽ ഞാൻ കണ്ടു കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ആവർത്തിച്ച് അമിത് ഷാ എന്ന്. ഈ ആവർത്തിച്ച് എന്നുള്ള വാക്ക് കേട്ടപ്പോഴാണ് എനിക്കിത് സംസാരിക്കണമെന്ന് തോന്നിയത്. ഈ ആവർത്തിച്ച് പറയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? എങ്കിൽ നമുക്കൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞത് 23-ന് കേരളത്തിന് മഴ, ചുഴലിക്കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയവയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ മുന്നൊരുക്കമായിട്ട് 9 ടീം NDRFനെ അവിടേക്ക് അയച്ചിരുന്നു. ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാത്തത് കേരളം മുന്നറിയിപ്പിനെ ഗൗനിക്കാത്തത് കൊണ്ടാണ് എന്നാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ടെങ്കിൽ ഈ മനുഷ്യരുടെ എല്ലാം മരണത്തിന് ഉത്തരവാദി കേരള ഗവൺമെന്റ് അല്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് ഉത്തരം നൽകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മളിലേക്ക് വരാം. മാത്രമല്ല, അമിത്ഷാ ഇത് ചെയ്തിരിക്കുന്നത് നിയമസഭാ സ്പീക്കർക്ക് മുന്നിലാണ്. അപ്പൊ അതൊരു നുണയായി വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കാരണം അവിടെ നുണ പറയുകയാണെങ്കിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അവകാശ ലംഘന നോട്ടീസ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോ അതൊരു നുണയല്ലാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? അതുകൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒന്ന് കണ്ടുനോക്കാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് മൊത്തത്തിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. 115 മുതൽ 204 mm റെയിൻ ആണ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ റെയിൻ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഹയർ ആയിരുന്നു. ഫസ്റ്റ് 24 hours 200 mm റെയിൻ ഉണ്ടായി, അല്ലെങ്കിൽ മഴ പെയ്തു. നെക്സ്റ്റ് 24 hours 372 mm റെയിൻ ആണ് ഉണ്ടായത്. അങ്ങനെ ടോട്ടൽ 572 mm മഴ 48 hours ഉണ്ടായി. അലേർട്ട് പ്രകാരം 115 മുതൽ 204 mm വരെയുള്ള മഴയേ ഉണ്ടാവുള്ളൂ എന്നായിരുന്നു. പക്ഷെ സംഭവിച്ചത് 572 mm മഴയായിരുന്നു. പിന്നെ റെഡ് അലേർട്ട് ഒന്നും ഈ ഇൻസിഡന്റിന്, അതായത് ഈ ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പ് വരെ റെഡ് അലേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞതിന് ശേഷമാണ് റെഡ് അലേർട്ട് കിട്ടിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലാൻഡ് സ്ലൈഡിന്റെ ഒരു വാർണിംഗ് സിസ്റ്റം വയനാട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും 29-ന് ഒരു വാർണിംഗും ഉണ്ടായിരുന്നില്ല. 23 മുതൽ 28 വരെ കേന്ദ്ര കാലാവസ്ഥ ഓറഞ്ച് അലേർട്ട് പോലും തന്നിട്ടില്ലായിരുന്നു. 29-ന് ആഫ്റ്റർ 1 PM ഒരു ഓറഞ്ച് അലേർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ 30-ാം തീയതി ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം റെഡ് അലേർട്ടും ഹെവി റെയിനും ഡിക്ലെയർ ചെയ്തു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 30-ഉം 31-ഉം നമുക്ക് ഗ്രീൻ അലേർട്ടായിരുന്നു തന്നിരുന്നത്. കൂടാതെ കേന്ദ്ര ജല കമ്മീഷനും ഫ്ലഡ് വാർണിംഗ് 23 മുതൽ 29 വരെ തന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ പൊന്ന് അമിത് ഷാ, നിങ്ങൾ ഹോം മിനിസ്റ്റർ ആണ്. അതിന്റെ എല്ലാ ബഹുമാനത്തോടെയും ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത്രയും രേഖകൾ ഉൾപ്പെടെ വെച്ച് ഒരു മുഖ്യമന്ത്രി നിങ്ങളോട് തിരിച്ച് സംസാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ രേഖകൾ വെച്ച് സംസാരിക്കുന്നില്ല? പിന്നെ അമിത് ഷാ ഒരു 9 ടീം NDRFനെ കുറിച്ച് സംസാരിച്ചില്ലേ? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഈ 9 ടീം NDRF നമ്മൾക്ക് അനുവദിച്ച് കിട്ടാൻ കാരണം കേരളം തന്നെ ആവശ്യപ്പെട്ടിട്ടാണ്. അത് മഴക്കാലക്കെടുതിയിൽ സഹായമാകാൻ വേണ്ടിയാണ് അവരെ കേരളം ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് 9 ടീം NDRF ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ജൂലൈ 23-ന് തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി, എന്നാൽ കേരള സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 28-ന് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ വയനാട്ടിൽ യെല്ലോ അലേർട്ടാണ്. പിന്നെ അത് ഓറഞ്ച് അലേർട്ടാക്കി മാറ്റി. അതായത് പിറ്റേന്ന് യെല്ലോ അലേർട്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്, ഓറഞ്ച് തയ്യാറാവണം, റെഡ് നടപടിയെടുക്കണം. ഇതൊക്കെയാണ് കളർ കോഡിന്റെ അർത്ഥം. പിന്നെ മുന്നറിയിപ്പുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വന്തം സംസ്ഥാനത്ത് അങ്കോളയിൽ നടന്ന മണ്ണിടിച്ചിലിൽ നിരവധി ആളുകളും വണ്ടികളും മണ്ണിനടിയിലായപ്പോൾ ഇദ്ദേഹം ആരെയാണ് കുറ്റപ്പെടുത്തിയത്? പിന്നെ അമ്മച്ചി, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഹൗ സ്പെസിഫിക് എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ? വിച്ച് ഡേ എന്നുള്ളത് പറയണ്ടേ? വിച്ച് പ്ലേസ് എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ?
നിങ്ങൾ കൊടുത്ത അലേർട്ടുകൾ പ്രകാരം ഓറഞ്ച് അലേർട്ടിന് അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടുമില്ല. പിന്നെ ഈ ഓറഞ്ച് അലേർട്ടൊക്കെ എപ്പോഴും വയനാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഓറഞ്ച് അലേർട്ടിന്റെ പേരിൽ അവരെ ഒരിക്കലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. അത് ഏത് രാഷ്ട്രീയക്കാർ വിചാരിച്ചാലും, ഏത് ഭരണം വിചാരിച്ചാലും, ഏത് ഭരണ സംവിധാനം വിചാരിച്ചാലും. കാരണം അവിടുത്തെ ജനങ്ങൾ ഇത് കണ്ടു വളർന്നവരാണ്. അപ്പൊ നിങ്ങൾ ഓറഞ്ച് അലേർട്ടിനെ കുറിച്ച് സംസാരിക്കാതെ റെഡ് അലേർട്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കൂ. അതിന്റെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റെഡ് അലേർട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചിരുന്നുവെന്ന്. അത് നമ്മള് ന്യൂസ് ചാനലിലും കാണുന്നുണ്ട്. അവരുടെ വീടുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ആളപായം ഉണ്ടായിട്ടില്ല. ഈ ദുരന്തം നടന്നിരിക്കുന്നത് ഈ റെഡ് അലേർട്ട് ഒക്കെ കിട്ടിയിരിക്കുന്നതിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ്. അവിടെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ മരിച്ചവരൊക്കെ അല്ലെങ്കിൽ അവിടെ ദുരിതം അനുഭവിക്കുന്നവരൊന്നും വിനോദസഞ്ചാരത്തിന് പോയി 2-3 ദിവസം താമസിക്കുന്നവരല്ല. 100-150 വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഇതെന്നും കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. ഉരുൾപൊട്ടല് അവർക്ക് അറിയാവുന്ന വിഷയമാണ്. അവരെപ്പോഴും വിചാരിക്കുക നമ്മൾക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. പകുതിയിലധികം സമയങ്ങളിലും അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ഏതെങ്കിലും അലേർട്ട് കേട്ടാൽ തന്നെ അവര് അവിടെ നിന്ന് മാറാനുള്ള സാധ്യത അതുകൊണ്ട് കുറവാണ്. നമ്മൾക്കിവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. കാരണം നമ്മള് ഒരു സ്ഥലത്ത് 100-150 വർഷം താമസിക്കുമ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് വ്യക്തമായ റെഡ് അലേർട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല. സംസ്ഥാനങ്ങൾക്ക് ഇത്തരം അറിയിപ്പ് നൽകുന്ന 3 കേന്ദ്ര ഏജൻസികളാണുള്ളത്. ഒന്ന് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD. ഇവരാണ് നമുക്ക് മഴ മുന്നറിയിപ്പ് തരുന്നത്. 23 മുതൽ 29 വരെ തന്ന ഒരു ബുള്ളറ്റിനും റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല. 2 സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ഇവരാണ് നമുക്ക് പ്രളയ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ഒരു പ്രളയ മുന്നറിയിപ്പും തന്നിട്ടില്ല. പിന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ഏജൻസിയാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകേണ്ടത്. ഇവർ കേരളത്തിലാകെ ഇതിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ്. എന്നാൽ 29-നോ 30-നോ രാത്രിയോ പോലും GSI യാതൊരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും കേരളത്തിന് നൽകിയിട്ടില്ല. ഈ വിവരങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത്തരം അലേർട്ടുകൾ കൃത്യമായി മാധ്യമങ്ങൾക്കും ഇവർ നൽകാറുണ്ട്. ഏതെങ്കിലും പത്രത്തിൽ, വാർത്താ ചാനലുകളിൽ ഈ ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയത് നമ്മുടെ അറിവിലില്ല. അപ്പോ അമിത്ഷാ ഏകദേശം കള്ളം പറയുകയാണ്. ആവർത്തിച്ച് സത്യമല്ല, ആവർത്തിച്ച് കള്ളം പറഞ്ഞ് അത് സത്യമാക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നതിന് ലോക്സഭയിൽ ആഭ്യന്തര മന്ത്രിക്കെതിരെ നിയമവകുപ്പൊക്കെ ഉണ്ട്. അതില് അവകാശ ലംഘനത്തിന് പാർട്ടിയുടെ MPമാരെ കൊണ്ട് നമുക്ക് നോട്ടീസ് നൽകുകയൊക്കെ ചെയ്യാം. അത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത്. അമിത്ഷാ ഇവിടെ ഇത്രയും വലിയ പ്രളയം നടന്നിട്ടും നഷ്ടപരിഹാരത്തിന്റെ കാര്യം ഇപ്പോഴും മിണ്ടിയിട്ടില്ല. ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയൊക്കെ അല്ലാതെ ഒരു നഷ്ടപരിഹാരം ഇതുവരെ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. 11,500 കോടി രൂപയാണ് ബീഹാറിന് മാത്രം കേന്ദ്രം കൊടുത്തത് പ്രളയ ദുരിതാശ്വാസത്തിന്. ഇപ്പോ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായ കേരളത്തിന് അറ്റ്ലീസ്റ്റ് ഒരു 5,000 കോടിക്കെങ്കിലും കേരളത്തിന് അർഹതയില്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഡാറ്റ ഓഫർ തീർന്നുകൊണ്ട് വാട്സപ്പിൽ ദുരന്തം നടന്നതിന് ശേഷമാണ് അറിയിപ്പ് കിട്ടിയത്. അപ്പൊ നമ്മള് ഹോം മിനിസ്റ്ററെ കുറ്റം പറയാൻ പാടില്ലാത്തതാണ്. അറ്റ്ലീസ്റ്റ് ഹോം മിനിസ്റ്റർക്ക് ആ തൃശ്ശൂർ MPയോടെങ്കിലും പറയാമായിരുന്നു. പുള്ളിയെങ്കിലും വന്നൊന്ന് അറിയിച്ചേനെ. അല്ല, പറഞ്ഞപ്പോഴാ ഓർത്ത്, പുള്ളിയെ കാണുന്നേ ഇല്ലല്ലോ. പുള്ളി ഒരക്ഷരം പറഞ്ഞിട്ടുമില്ലല്ലോ. എന്തു പറ്റി? അതിനെയും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് രാഷ്ട്രീയമല്ല, ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഭാഗം മലയും ഒരു ഭാഗം കടലുമാണ്. മിക്കപ്പോഴും വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. അതിനിടയിലാണ് കേരളം ഭരിക്കുന്ന മുഖ്യനും കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും കൂടി ജനങ്ങളെ തട്ടിക്കളിക്കുന്നത്. ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള തെറ്റ്. ഇനിയെങ്കിലും ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വീണ്ടും എടുത്തൊന്ന് പരിശോധിക്കേ. അതിനുള്ള മനസ്സെങ്കിലും നിങ്ങളൊന്ന് കാണിക്കേ. താങ്ക് യു. ബൈ.